വർഷങ്ങൾക്ക് മുന്നേ അത്യാധുനിക നവീകരണം പ്രഖ്യാപിച്ച പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്ത് സ്റ്റേഡിയം അധികൃതരുടെ അനാസ്ഥയിൽ കാടുകയറി നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശോച്യാവസ്ഥയിലായിരിക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ. ഇത് കാട് പിടിച്ചു കിടക്കുന്ന പുറമ്പോക്ക് ഭൂമിയല്ല, മെച്ചപ്പെടുത്തിയെടുത്താൽ മികച്ച സ്റ്റേഡിയമാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലം. ഏഴംകുളം പഞ്ചായത്തിലെ ആർവാലിക്കൽ സ്റ്റേഡിയം. വർഷങ്ങൾക്ക് മുന്നേ അത്യാധുനിക നിലവാരമുള്ള സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി. പിന്നീട് പഞ്ചായത്ത് ഭരണസമിതികളും മാറി മാറി വന്നു. ഒന്നും നടന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇന്ന് ആധുനിക സ്റ്റേഡിയം സ്ഥിതി ചെയ്യേണ്ട സ്ഥലം കാടും പടലവും കുണ്ടും കുഴിയും നിറഞ്ഞ പ്രദേശമായി മാറി. ഇതും പോരാഞ്ഞ് ഇഴജന്തുക്കളും തെരുവ് നായ്ക്കളും ഇവിടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു. കൂടാതെ പട്ടാപ്പകൽ പോലും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നു. ആകെ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരുപാട് കുട്ടികളും കാര്യങ്ങളും എല്ലാം വരുന്നതും ഒരു 3-4 ടേൺ ആയിട്ടും ഇത് സ്റ്റേഡിയം നവീകരിക്കുക എന്ന് പറയുന്നതല്ലാതെ ഇതേവരെ സ്റ്റേഡിയത്തിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുമില്ല, ചെയ്യാനൊട്ട് ഒരു അധികാരമൊട്ട് വന്നിട്ടുമില്ല. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഭയങ്കരമായിട്ട് സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഭയങ്കര കളിയാട്ടം. അത് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അതിൻ്റെയും കൂടി ഇപ്പം തെരുവ് നായ്ക്കളുടെ ശല്യം അതിൻ്റെയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. മൊത്തം പട്ടികളാണ്. പട്ടി ശല്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം വേറെ എങ്ങും ഏരിയയിൽ കാണും. ഇനിയെങ്കിലും മികച്ച രീതിയിൽ ഈ സ്റ്റേഡിയം രൂപാന്തരപ്പെടുത്തിയാൽ പ്രദേശത്തെ കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും അത് പ്രയോജനപ്പെടുക വലിയ രീതിയിലാകും. എല്ലാ ടൂർണമെന്റുകൾക്കടക്കം ഈ സ്റ്റേഡിയം ഉപയോഗിക്കാനുമാകും. ജനം, പത്തനംതിട്ട.